ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയ ക്ലയൻറ്റിൻ്റെ കൂടെ കാർത്തിക പുറത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. ഇതൊക്കെ മാറി നിന്ന് പ്രകാശനം ബാലണ്ണനോട് നോക്കുവാണ്. എന്നിട്ട് ബാലണ്ണൻ പറയുന്നുണ്ട്, എടാ മുഖത്തോട്ട് നോക്കി, അത് കാർത്തിക മോളുടെ അമ്മ തന്നെയാണ്, ഒരു സംശയവും എന്നൊക്കെ പറയും കേട്ടോ. അപ്പം പ്രകാശം പറയാം, നിങ്ങൾ വണ്ടി മാറ്റിയിട്, അവർ കാണണ്ട എന്ന് പറയുമ്പോഴേക്കും ബാലണ്ണൻ പറയുന്നുണ്ട്, വണ്ടിയൊക്കെ മാറ്റിയാടാ കിടക്കുന്നത്, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, എന്തായാലും ഇത് നീ ഉറപ്പിച്ചോ എന്ന് പറയും കേട്ടോ. അവരോടൊന്ന് പോയി കഴിയുമ്പോഴേക്കും പ്രകാശം ബാലണ്ണനോട് പറയാം, അണ്ണാ നിങ്ങൾ എന്തെങ്കിലും കാണിച്ച് അവരുടെ പേരൊന്ന് മനസ്സിലാക്കുക, എങ്ങനെയുള്ള അവരുടെ വിവരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വാ, ഞാനിവിടെ ഇങ്ങനെ നിൽക്കാം എന്ന് പറഞ്ഞ് ഒരു കണക്കിന് ബാലണ്ണനെ പറഞ്ഞു വിടുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന കാർത്തിക നേരെ ക്ലയൻറ്റിൻ്റെ കൂടെ സംസാരിച്ചിട്ട് പറയാണ്, പ്ലാൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ അയക്കാം, മേഡം ഒന്ന് നോക്കിയിട്ട് എസ്റ്റിമേറ്റൊക്കെ എടുക്കുക, എന്നിട്ടിപ്പോൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരിയുവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്ലയൻറ്റ് പറയുന്നുണ്ട്, ഒരു ദിവസം സമയം കൂട്ടിയിട്ട് വരണം, കുറേ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും കാർത്തിക പറയാണ്, വിളിച്ച് പറയാനൊന്നും നിൽക്കുകയില്ല, ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുകയൊന്നും വേണ്ട, നേരിട്ട് ഞങ്ങൾ വന്നോളാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. കഴിഞ്ഞ് കാർത്തിക അവിടെ നിന്ന് പോയി കഴിയുമ്പം ബാലണ്ണൻ ചെന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കുവാണ്, അല്ല നിങ്ങളുടെ പേരെന്താ? അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാ എൻ്റെ പേര് നിങ്ങളോട് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുവാണ്, അല്ല പരിചയമുള്ള ഒരാളെപ്പോലെ തോന്നി, അവരാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുക കേട്ടോ. അങ്ങനെ ബാലണ്ണൻ്റെ ശല്യം സഹിക്കാതെ ഒരു കണക്കിന് അവർ പേര് പറയുകയാണ് കേട്ടോ. എൻ്റെ പേര് ലക്ഷ്മി എന്ന് പറയുകയാണ് കേട്ടോ. അത് കേട്ട സന്തോഷത്തിൽ ബാലണ്ണൻ ഓടി പ്രകാശൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്നിട്ട് പറയാണ്, എടാ അത് ലക്ഷ്മിയൊന്നും അല്ല, വേറൊരു പേരാ പറഞ്ഞതെന്ന് പറയും കേട്ടോ. അത് ചോദിക്കുമ്പോൾ പ്രകാശനാകെ വിഷമമാവുകയാണ്. പ്രകാശം പറയുകയാണ്, ഓ മനസ്സിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു, സാരമില്ല എന്ന് പറയുമ്പം ബാലണ്ണ ഇങ്ങനെ കളിയാക്കി ചിരിച്ചിട്ട് പറയാണ്, ആദ്യം പറഞ്ഞത് കള്ളവാ, ഇനി പറയാൻ പോകുന്ന സത്യം, അവളുടെ പേര് പറഞ്ഞു ലക്ഷ്മി എന്നാന്ന് പറയും കേട്ടോ. അപ്പം പ്രകാശം പറയാം, ബാലണ്ണ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ എന്ന് പറയുമ്പോൾ ബാലണ്ണൻ പറയാം, അതേടാ അവളുടെ പേര് ലക്ഷ്മി തന്നെയാണ്, നിൻ്റെ ഒരു ഭാഗ്യം ഓർത്തിട്ട് എനിക്കന്നെ നിന്നോട് അസൂയ തോന്നുന്നു, രായപ്പനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കെട്ടാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചാണ് നടക്കുന്നത്, എന്നിട്ട് അതൊന്നും നടന്നിട്ടില്ല, നിൻ്റെ യോഗം അല്ലാതെ എന്താടാ എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന പ്രകാശന് ഭയങ്കര സന്തോഷമാവുകയാണ്. പ്രകാശൻ ബാലണ്ണനോട് പറയുന്നുണ്ട്, ബാലണ്ണ ഒരു കാര്യം ചെയ്യും, ഈ കടയിലുള്ള എല്ലാം പൊതിഞ്ഞ് മേടിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഫുൾ ചിലവ് എൻ്റെ വകയാന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ പ്രകാശൻ നേരെ വീട്ടിൽ ചെല്ലുവാണ്. ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടേ ചെല്ലുന്നു കേട്ടോ. അമ്മേ ഭാനുമതി അമ്മേ എന്ന് വിളിച്ചിട്ട്. ഇതൊക്കെ കേട്ട് ഭാനുമതി അമ്മ, എന്താടാ പ്രകാശ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, കണ്ടു ഞാൻ. അപ്പോഴേക്കും ഭാനുമതി അമ്മ ചോദിക്കുന്നുണ്ട്, ആരെ കണ്ടുവെന്ന്, എന്ത് കണ്ടുവെന്ന്, എന്താടാ മോനെ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പം പറയാണ്, ഞാൻ ലക്ഷ്മീനെ കണ്ടു, കാർത്തിക മോൾ അറിഞ്ഞിട്ടില്ല, ഇന്ന് അവളോട് പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടതെന്ന് പറയും കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഭാനുമതി അമ്മ, എങ്ങനെ ഉണ്ടടാ എൻ്റെ മരുമോളെന്ന് ചോദിക്കുമ്പോൾ, ആ മുഖത്തെ അടിച്ച് ഒന്ന് കാണണം, നമ്മളിനി പുറത്തിറങ്ങുമ്പോൾ, കല്യാണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം അമ്മ അവളുടെ കൂടെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അമ്മയും കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടേ പറ്റുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ഭാനുമതി അമ്മ ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത്, അല്ല കട്ടയ്ക്ക് പിടിച്ച് നിൽക്കണ്ടേ മരുമോളുടെ കൂടെ, അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. അത് ഭാനുമതി അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇവർ സംസാരിച്ച് ഭയങ്കര സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് കാർത്തിക അങ്ങ് വരും കേട്ടോ. ഭാനുമതി അമ്മ പറയുന്നുണ്ട്, കാർത്തിക മോൾ വരുന്നുണ്ടെന്ന് പറയുമ്പം പ്രകാശം പറയുന്നുണ്ട്, ഒന്നും അറിഞ്ഞ പോലെ ഭാവിക്കേണ്ട, നമ്മളായിട്ടൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന് പറയും കേട്ടോ. ഇതെല്ലാം കണ്ട് കാർത്തിക വന്നിട്ട് ചോദിക്കുവാണ്, എന്തോ പറ്റി, രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും പ്രകാശൻ അത് പിന്നെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഭാനുമതി അമ്മ ചോദിക്കുകയാണ്, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് നീ തന്നെ പറയാൻ പോവാണോടാ പ്രകാശാന്ന് ചോദിക്കും കേട്ടോ. അത് കേട്ട് കാർത്തിക ഇങ്ങനെ എന്ത് പറയണ്ടെന്ന്, അല്ല ഒന്നുമില്ല മോളെ, അമ്മ ചുമ്മാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു, ഞാൻ മോളുടെ അമ്മയെ കാണാൻ പറ്റാത്ത വിഷമത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എൻ്റെ അമ്മ നല്ല സുന്ദരിയാണ്. അപ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, അത് മോളെ കണ്ടാൽ അറിയാൻ പാടില്ലേ. അപ്പോഴേക്കും പെട്ടെന്ന് ഭാനുമതി അമ്മ ചോദിക്കുകയാണ്, അച്ഛൻ അത്ര കൊള്ളത്തില്ലായിരുന്നല്ലേ മോളെ എന്ന്. അപ്പം കാർത്തിക ചോദിക്കുകയാണേ, അതെന്താ അമ്മ എങ്ങനെ പറഞ്ഞേ, എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛന് കൊള്ളാത്തോടെ തോന്നിയോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അല്ല അമ്മ നല്ല സുന്ദരിയാണെങ്കിൽ, അല്ല ഞാൻ ചുമ്മാ പറഞ്ഞാ എന്ന് പറയും കേട്ടോ. അപ്പോൾ പ്രകാശം പറയും, വേണ്ടായിരിക്കമ്മേ എന്ന് പറയാം. അപ്പോഴേക്കും കാർത്തിക പറയണം, അമ്മ നല്ല സുന്ദരിയാണ്, എന്തായാലും കല്യാണത്തിന് അന്ന് കണ്ടാൽ മതി എൻ്റെ അമ്മേനെ എന്ന് പറയും കേട്ടോ. പ്രകാശം പറയുന്നുണ്ട്, അത് മതി മോളെ, ഒരു ധൃതിയില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും കാർത്തിക അവിടെ നിന്ന് പോവുകയാണ്. പോകുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ കൊള്ളത്തില്ലെന്നല്ലായിരുന്നു, കാണാൻ കൊള്ളത്തില്ല എന്നല്ല, സ്വഭാവവും കൊള്ളത്തില്ല, അങ്ങനെ വേണം തള്ളെ പറയാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങ് പോവുക കേട്ടോ. അത് കഴിയുമ്പോൾ പോയി കഴിയുമ്പോഴേക്കും ഭാനുമതി അമ്മ പറയുന്നുണ്ട്, എടാ പ്രകാശ, ഇനി നീ ധൈര്യമായിട്ട് പ്രേമിച്ചോ, ഇനിയിപ്പം നിനക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കണ്ട് സ്വപ്നം കണ്ട് പ്രകാശൻ അങ്ങനെ ആ സ്ത്രീയെ സ്വപ്നം കണ്ടിങ്ങനെ നടക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ശാരീനെയാണ്. ശാരി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ മുറിയിരിക്കുക കേട്ടോ സരീവിൻ്റെ കാര്യം ഓർത്ത്. അപ്പോൾ മനോഹർ വരുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ കുഞ്ഞിനെ എടുത്ത് മാറ്റിയത്,
ഷാരി പറയുന്നുണ്ട്, ഞാനൊന്നുമല്ല. നിങ്ങൾ എന്നെപ്പറ്റി അറിഞ്ഞ കാര്യങ്ങളൊക്കെ ബകാസുരനോട് പറഞ്ഞോ? അതോ ബകാസുരനോട് നിങ്ങളുടെ കുഞ്ഞെല്ലാം സരിയെന്നുള്ള സത്യം അറിഞ്ഞു എന്ന് പറഞ്ഞോ, താരയാന്നുള്ളത്? അപ്പം ബകാസുരനായിരിക്കുമല്ലേ ഈ ഐഡിയ ഒക്കെ പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഈ ചോദ്യം കേൾക്കുന്ന ഷാരി ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഷാരി പറയുന്നുണ്ട്, ഞാനായിട്ടും ആരോടൊന്നും പറഞ്ഞില്ല എന്ന് കള്ളം പറയുമോ കേട്ടോ. അപ്പോഴത്തേക്കും മനോഹർ പറയാണ്, നിങ്ങളെന്താ പറയുന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, CCTV വിഷ്വൽ പുറത്ത് മാത്രമേ ഉള്ളൂ, അകത്തോട്ട് കിട്ടത്തില്ല എന്നറിയാവുന്ന ആരോ ആണ് ചെയ്തേ. കുഞ്ഞ് ഹാളിൽ കിടക്കുമായിരുന്നു എന്നല്ലേ പറഞ്ഞേ? കുഞ്ഞെങ്ങനെയാണ് ഹാളിലെത്തിയത്? നിങ്ങളെന്തിനാണ് സരയുവിൻ്റെ അടുത്ത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് അവിടെ കൊണ്ടുപോയത്? എന്നിട്ട് നിങ്ങളിതൊന്നും സരയുവിനോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഷാരി ആകെ പതറുവാണ്. ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, എന്തായാലും ഐഡിയ ഒക്കെ കൊള്ളാം, കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ പ്ലാനും കൊള്ളാം. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കുഞ്ഞു പോയെന്നോർത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇത്രയും നാൾ കൂടെ നിന്ന് സ്നേഹിച്ചുകൊണ്ട് പോയപ്പോൾ ചെറിയൊരു വിഷമം. നിങ്ങളുടെ മോളാണെങ്കിൽ അത് പോയിന്നും പറഞ്ഞ് അവിടെ കിടന്ന് അലമുറയിടുക. എന്നെ കൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഇന്ന് ആശ്വസിപ്പിക്കുക എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ ശരിയൊക്കെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാടാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ കുഞ്ഞിനെ നിങ്ങൾ എടുത്തെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചിവിടെ കൊണ്ടുവരണം. വേറെ ഒന്നും കൊണ്ടല്ല, അതന്വേഷിച്ച് പോലീസുകാർ ഈ വീട്ടിൽ കയറി ഇറങ്ങിയാൽ എന്നെപ്പറ്റിയുള്ള എല്ലാ കാര്യവും മോള് നാളെ അറിയാനുള്ളത് ഇന്ന് തന്നെ അറിയാം. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിങ്ങൾക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. മോളൊരു പ്രാന്തിയെപ്പോലെ ഇവിടെ നടക്കുന്ന കാണാം എന്ന് പറയും കേട്ടോ. ഇതും കൂടെ കേൾക്കുമ്പോൾ ഷാരിക്ക് ആകെ ഷോക്കാവുകയാണ്. എന്നിട്ട് മനോഹർ പറയുന്നുണ്ട്, ചെല്ല് മോളുടെ അടുത്തോട്ടില്ല, എനിക്കും പിന്നെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഷാരിയെ തള്ളി വിടുന്ന് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.